ഇന്നിവിടെ നോമ്പുറക്കാൻ കിളിക്കൂടാട്ടോ ഉണ്ടാക്കുന്നത്. ഈ റമദാൻ മാസം ആകുമ്പോൾ മാത്രം എവിടെ നിന്നാണ് അതുപോലെ നമുക്ക് വൈകുന്നേരം സ്നാക്സ് ഉണ്ടാക്കാനും ജ്യൂസ് ഉണ്ടാക്കാനൊക്കെ ഉള്ള ഒരു ഉഷാറൊക്കെ കിട്ടുന്നത്. അല്ലാത്ത സമയത്തൊക്കെ ഞാനൊക്കെ സ്കൂളിൽ വരുമ്പോഴേ എവിടെ നിന്നാണ് ചായ കുടിക്കുക അല്ലെങ്കിൽ ജ്യൂസ് കുടിക്കുക സ്നാക്സ് കഴിക്കുക എന്നുള്ള ആലോചനയായിട്ടാട്ടോ സ്കൂളിൽ നിന്ന് ഇറങ്ങുക. ഇതാവുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ എത്തിയിട്ട് നമുക്ക് സ്നാക്സ് ഉണ്ടാക്കാനും ജ്യൂസ് ഉണ്ടാക്കാനൊക്കെ ഉള്ള ഒരു ഉഷാറും ഉണ്ടാവും. നമുക്കതിനുള്ള സമയമൊക്കെ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കും അല്ലേ, വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ. ഇപ്പോൾ പറഞ്ഞു നിൽക്കുമ്പോഴേക്കും ഞാൻ ഇതിനുള്ള കിളിക്കൂട് ഉണ്ടാക്കാനുള്ള ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഫില്ലിംഗ് അല്ല, കവറിങ്. കാരണം നമ്മൾ കോഴിമുട്ട ഉള്ളിലല്ല വെക്കുന്നത്. അപ്പോൾ ഏകദേശം കട്ട്ലേറ്റിൻ്റെ ഒരു മസാലക്കൂട്ട് തന്നെ കേട്ടോ ഇതിനുണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് കാടമുട ഒന്ന് എണ്ണിയിട്ട് അതിനനുസരിച്ച് ഒന്ന് ഉണ്ടാക്കി വെക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ ഉണ്ടാക്കി വരുമ്പോഴേക്കും ഒന്നെങ്കിൽ മുട ബാക്കിയാവും അല്ലെങ്കിൽ മസാല ബാക്കിയാവും. ഇങ്ങനെ ആകുമ്പം രണ്ടും കറക്റ്റായിട്ട് കിട്ടിക്കോളുമല്ലോ. അങ്ങനെ അതൊക്കെ സെറ്റാക്കി വെച്ച് ഇനി കവർ ചെയ്യാൻ ജസ്റ്റ് കോട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയ സേമിയാട്ടോ എടുത്തത്. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസും കൂടി മിക്സ് ആക്കിയിട്ട് കോൺഫ്ലോറിൽ മുക്കിയിട്ടാണ് ജസ്റ്റ് കോട്ടിങ് കൊടുക്കുന്നത്. അങ്ങനെ കിളിക്കൂടൊക്കെ സെറ്റാക്കി വെച്ച് ഇനി ജ്യൂസ് അടിക്കണം. ഇന്ന് ബട്ടറാട്ടോ ജ്യൂസ്, നല്ല പഴുത്ത ബട്ടർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നല്ല ജ്യൂസ് ഉണ്ടാക്കി. അപ്പോഴേക്ക് നമ്മുടെ ബാങ്ക് കൊടുക്കാനുള്ള സമയമൊക്കെ ഏകദേശം ആയി തുടങ്ങി. അപ്പോൾ നമുക്കിനി ഇത് കിളിക്കൂടൊക്കെ പൊരിച്ചെടുക്കാം. കാരണം ചൂടോടെ കഴിക്കുമ്പോഴാണല്ലോ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ചൂടോടെ നല്ല സോസ് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ അതാ നല്ല നെരിച്ച് കണ്ടാൽ കരിഞ്ഞാന്നൊക്കെ തോന്നും, പക്ഷെ നെരിഞ്ഞതാട്ടോ. അങ്ങനെ അതൊക്കെ സെറ്റാക്കി ഇന്ന് കുറച്ച് ഫ്രൂട്ട്സും ബട്ടർ ജ്യൂസും കിളിക്കൂടും. പുറമേ നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കിളിക്കൂട്.